നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ BJPയുടെ സീനിയറായിട്ടുള്ള പല നേതാക്കൾ, നരേന്ദ്രമോദി, അമിത്ഷാ, അങ്ങനെ സീനിയറായിട്ടുള്ള പല നേതാക്കൾ, അവരുടെ ചില പോളിസികളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് BJPയുടെ അകത്ത് തന്നെ വലിയ ഫ്രിക്ഷൻ, വലിയ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ഹാർഡ് കോർ ആയിട്ടുള്ള റൈറ്റ് വിങ്. അതിനകത്ത് പ്രധാനപ്പെട്ട ചില നേതാക്കൾ, ഒന്നാമത് ശ്രീ കൽരാജ് മിശ്ര, ഇദ്ദേഹം നേരത്തെ UPയുടെ കുറച്ചു കാലം ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, പിന്നീട് അദ്ദേഹം രാജസ്ഥാൻ ഗവർണറായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ എടുക്കുക RSSൻ്റെ പല സീനിയർ ഐഡിയോളോഗ്, ഇവരെല്ലാം തന്നെ ഇന്ന് മോദിക്കെതിരെ കടുത്ത ഭാഷയിലാണ് വിമർശനം ഓരോ രീതിയിലും കൊണ്ടുവരുന്നത്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റായ ഇഷ്യൂ ആണ് UGCയുമായി ബന്ധപ്പെട്ട ഡ്രാഫ്റ്റ് ബിൽ, ആൻറ്റി ഡിസ്ക്രിമിനേഷൻ. നിങ്ങൾക്കറിയാം, ആ ബില്ല് അതുമായി പെട്ട ഡ്രാഫ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി അത് അവതരിപ്പിക്കുന്നു, അത് പാസ്സാക്കുന്നു. പിന്നീടുണ്ടായ സംഭവങ്ങൾ നിങ്ങൾ നോക്കുക. ഏറ്റവും കൂടുതൽ BJPയുടെ IT സെല്ല് നറേറ്റീവ്സ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇന്ത്യയിലുള്ള അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള റൈറ്റ് വിങ്, പ്രത്യേകിച്ച് RSS ആ ഗ്രൂപ്പിലുള്ളവരാണ്. ഇവരെല്ലാം ഒന്നടങ്കം മോദിക്ക് എതിരായി വരുന്നു. മനസ്സിലാക്കുക, ഇത് കുറച്ച് നാളായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇവർ ഈ പറയുന്നതിൻ്റെ അകത്ത് ചില ന്യായീകരണങ്ങളുണ്ട്, അത് നമ്മൾ ഈ തള്ളിക്കളയാനൊന്നും പറ്റത്തൊന്നുമില്ല. അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള അവരുടെ ജനസംഖ്യ ഒന്നാമത് കുറയുന്നു. പ്രത്യേകിച്ച് അർബൻ ക്ലാസ്സിലെ ജനസംഖ്യ ഷാർപ്പായിട്ട് ഡിക്ലൈൻ ചെയ്യുന്നു. അതിനേക്കാൾ രണ്ടാമത്തെ സംഭവം, ഇവരുടെ കുട്ടികൾക്കൊന്നും ഇന്ത്യയിൽ പഠിക്കുവാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവസരം കിട്ടുന്നില്ല. കാരണം ഒന്നാമത് നല്ല ഫീസിൻ്റെ സ്ട്രക്ചറാണ്, രണ്ടാമത് റിസർവേഷനുമായി ബന്ധപ്പെട്ട് ഇവരുടെ കുട്ടികൾക്കൊന്നും അഡ്മിഷൻ കിട്ടുന്നില്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നും. പിന്നെ ഇവർക്ക് ആകെയുള്ളൊരു ചോയ്സ് എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുക. കാരണം ഇവർക്ക് ലോണെല്ലാം സ്റ്റുഡൻറ്റ് ലോൺസും അതും ഇതും ഒക്കെ കിട്ടും. മറ്റൊരു പ്രശ്നം, അതിൻ്റെ ഒരു സെക്കൻഡറി ക്ലാസ് ഉണ്ട്. ഇവർ ഇന്ത്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് ബ്യൂറോക്രസിയിലാണെങ്കിലും മറ്റുള്ള പല ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും കാലക്രമേണയായിട്ട് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അതിന് ചില അപ്പർ കാസ്റ്റുകളൊക്കെ ഉണ്ട്, ഠാക്കൂർ വിഭാഗമുണ്ട്, ശ്രീവാസ്തവയുണ്ട്, മറ്റ് പല കമ്മ്യൂണിറ്റികളൊക്കെ ആയിട്ട്. ഇവരുടെയൊക്കെ പ്രശ്നമെന്ന് പറയുന്നത്, ഇവരുടെയൊക്കെ പേരൻസ് ആണെങ്കിലും ഗ്രാൻഡ് പേരൻസൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലും പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളിലും ജോലി ചെയ്യുന്നവനായിരുന്നു. ഉണ്ടായിരിക്കുന്ന പ്രതിഭാസം എന്ന് പറഞ്ഞ റിസർവേഷനുമായി ബന്ധപ്പെട്ട് ഇവരുടെ മക്കൾക്കോ ഇവരുടെ കൊച്ചുമക്കൾക്കോ ഇനി അവർക്കറിയാം, ഈ പോക്കാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിലോ ഇന്ത്യയുടെ മറ്റുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോ ഇവർക്ക് ഗവൺമെൻറ് ബ്യൂറോക്രസിയിൽ തൊഴിൽ കിട്ടാൻ പാടാണ്. കാരണം റിസർവേഷൻ്റെ അകത്ത് ഈ പറയുന്ന അപ്പർ കാസ്റ്റും ഈ പറയുന്ന റിസർവേഷൻ ഇല്ലാത്ത കമ്മ്യൂണിറ്റി എൻട്രി ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അതുമല്ല, മറ്റൊരു ഘടകമുണ്ട്. കാരണം ഇവർക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല, കാരണം കാരണം മെറിറ്റിൽ വരുന്നില്ല. കാരണം മറ്റ് പല റിസർവേഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ പല സുപ്രീം കോർട്ടിൻ്റെ ഓർഡറുണ്ട് 50% കൂടുതലാകരുത്. ഇതൊന്നും ഒരു സ്റ്റേറ്റിനും പാലിക്കാൻ പറ്റുന്നില്ല. കാരണം വോട്ട് ബാങ്കുമായിട്ടും മറ്റ് പല പ്രക്ഷോഭങ്ങളും മഹാരാഷ്ട്രയിൽ അവസാനം ഈ കാസ്റ്റുമായി ബന്ധപ്പെട്ട് റിസർവേഷനുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രക്ഷോഭം നടന്നു. അപ്പോൾ ഓരോ സ്റ്റേറ്റുകളും ഇവർ ഈ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളാണെങ്കിൽ തന്നെയും ഇവരൊക്കെ റിസർവേഷൻ പല രീതിയിൽ പല ആൾക്കാർക്ക് കൊടുത്തതിൻ്റെ പേരിൽ കാസ്റ്റുണ്ട്, സബ് കാസ്റ്റുണ്ട്. പല OBCയിലുള്ളവർ പറയുന്നു അവർക്ക് ട്രൈബലിലോട്ട് പോകണം, അതിലോട്ട് പോകണം, കാരണം അതിനകത്ത് റിസർവേഷൻ കൂടുതലാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾക്കറിയാം മണിപ്പൂരിലുണ്ടായ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജ് കാണിച്ച അബദ്ധത്തിലാണ് മണിപ്പൂർ കത്തുന്നത്. ഇന്നും ആ സംഭവം മാറിയിട്ടില്ല. കാരണം ഇന്ത്യയിൽ തൊട്ട് കളിക്കാൻ പറ്റിയ വിഷയമല്ല റിസർവേഷൻ എന്ന് പറയുന്നത്. കാരണം അത് ഗ്രാജുവൽ പ്രോസസ്സിൽ മാറ്റാം. ആ രീതിയിലാണ് റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടിയും BJP ഒക്കെ അധികാരത്തിൽ വരുന്നത്. പക്ഷേ ഈ റിസർവേഷനായിട്ടോ, അതായത് ക്യാമ്പസുകളിൽ ഡിസ്ക്രിമിനേഷൻ, ഈ സംഭവങ്ങൾ UGCയുടെ പുതിയ ഡ്രാഫ്റ്റുമായിട്ടൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ഇത് ഫർദറായിട്ട് എസ്കലേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവമൊന്നുമല്ല. ഇവിടുത്തെ ഇന്ത്യയിലെ അപ്പർ കാസ്റ്റിനകത്ത് മോദി ഗവൺമെൻറ് എന്താണ് ഇവർ പ്രതീക്ഷിച്ചത്, ഇതിലോട്ടൊന്നും കാര്യങ്ങൾ പോകുന്നില്ല. കാരണം ഇവരുടെ തൊഴിലവസരം കുറയുന്നു, ഇവരുടെ ഓപ്പർച്യൂണിറ്റി കുറയുന്നു. കാരണം ഇവരുടെ കുട്ടികളൊന്നും ഇവിടെ നിൽക്കുന്നില്ല, വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. ഇവർ ഭൂരിഭാഗവും മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെ തടയാനൊന്നും ഇവരെ കൊണ്ട് കഴിയുന്നില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് RSS ആണെങ്കിലും അതിൻ്റെ റൈറ്റ് വിങ്ങിലുള്ള ഹാർഡ് കോർ അവരുടെ ഒരു വലിയ ഡിമാൻഡാണ് റിസർവേഷൻ കുറച്ച് കൊണ്ടുവന്ന് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക. അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന വസ്തുതയുണ്ട്, വരാൻ പോകുന്ന 10-15 വർഷം കഴിയുമ്പോൾ ഇന്ത്യയുടെ ബ്യൂറോക്രസിയിലും, അതായത് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും, അതേപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ ബ്യൂറോക്രസിയിലും പല ഡിപ്പാർട്ട്മെൻറ്റിലും കീ ആയിട്ടുള്ള പല പൊസിഷനിലും അപ്പർ കാസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഗ്രാജുവലി വൈപ്പ് ഔട്ട് ചെയ്യുമെന്നറിയാം. കാരണം ഇവർക്കറിയാവുന്ന സംഭവം തന്നെയാണ്. കാരണം ഇവരാണ് ജുഡീഷ്യറി പോലും. ഇത് ജുഡീഷ്യറിയും കയറി ബാധിച്ചിട്ടുണ്ട്. കാരണം ഇവർക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. ഇതിനെയും ഫർദർ ഇതെങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്തില്ല എങ്കിൽ ഇത് ഈ സംഭവങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നെല്ലാം പോകും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പിടി നടക്കുന്ന ഒരു പ്രക്ഷോഭം, അതായത് UGCയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭം, അതൊരു കിട്ടിയൊരു ചാൻസ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വളരെ നാളുകളായിട്ട്, വളരെ വേണമെങ്കിൽ പറയാം വളരെ വർഷങ്ങളായിട്ട് ഇവർ കൊണ്ടു കിടക്കുന്നൊരു ഇഷ്യൂ ആണ്. റിസർവേഷൻ എന്ന് പറഞ്ഞ സംഭവം ഗ്രാജുവലി കൊണ്ടുവന്ന് അബോളിഷ് ചെയ്ത് അത് പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് ജനറൽ മെറിറ്റിലോട്ട് കൊണ്ടുവരണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഇന്ത്യയിലെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഡിഫൻസിൽ നല്ല ഓഫീസേഴ്സിനെ, അത് അർബൻ ക്ലാസ്സിൽ നിന്നാണ് വരുന്നത്, ഇവരെന്താ ഇപ്പം പോകാത്തത്? എന്തുകൊണ്ടാണ് ഡിഫൻസിലുള്ളൊരു ഒഫീഷ്യൽസ് ഗ്രാജുവലായിട്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത്, ഇവരുടെ മക്കൾ അധികം പേരും ഡിഫൻസ് ഓഫീസേഴ്സായിട്ടാണ് പോകുന്നത്. കാരണം അവരുടെ പേരൻസ് ആണെങ്കിൽ അവരുടെ പേരൻസും ഒരു ഡിഫൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷെ ഉണ്ടായ സംഭവം എന്ന് കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ ഡിഫൻസിൻ്റെ ഓഫീസേഴ്സ് കേഡറിൽ ഏകദേശം 8,000-ഓളം വേക്കൻസികളുണ്ട്. കാരണം അതേപോലെ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽസിനെ എടുക്കുവാൻ, റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ പേരിലാണ് ഈ ഷോർട്ടേജ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു ഡിഫൻസ് ഓഫീസർ, അദ്ദേഹം, അവരുടെ ഫാമിലി, അവർ ചിന്തിക്കുന്നില്ല, അതായത് അവർ നോക്കുന്നില്ല പഴയതുപോലെ അവരുടെ മക്കളെ ഡിഫൻസിൻ്റെ ഒഫീഷ്യൽസ് ആക്കാൻ വേണ്ടി. ഇവർക്കെല്ലാം മറ്റുള്ള ഓപ്പർച്യൂണിറ്റി, ഇവർ വിദേശത്തോട്ടങ്ങ് പോവുകയാണ്. അതുകൊണ്ടാണ് RSSൻ്റെ തലവൻ പറയുന്നത് കൂടുതൽ കുട്ടികളുണ്ടാകണം. ഇത് വെറുതെ പറയുന്നൊന്നുമല്ല. ഇവരൊക്കെ പോവുകയാണ്, മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ് ഇൻഫ്ലുവൻസ് ആയിട്ട്. അതായത് ഇന്ത്യയിൽ ശരിക്കും ഒരു ബ്രെയിൻ ഡ്രെയിൻ, ശരിക്കും ഉണ്ട്. ഇത് ചെറിയ സംഭവമൊന്നുമല്ല. അതായത് ഇവിടുത്തെ ഒരു ക്ലാസ് ആൾക്കാരും മുഴുവനും ഇന്ത്യ വിട്ടു പോവുകയാണ്. കാരണം പിന്നീട് അവരുടെ ഫാമിലി പോകുന്നു, പിന്നീട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറിപ്പോകുന്നു. നിങ്ങളിന്ന് ഇന്ത്യയുടെ അർബൻ ക്ലാസ്സുകളിൽ നോക്കുവാണെങ്കിൽ ഇവരുടെ കുട്ടികളാണെങ്കിൽ ഇവരൊക്കെ വിദേശങ്ങളിലോട്ടങ്ങ് പോവുകയാണ്. കാരണം ഇവർക്ക് തലയ്ക്കകത്തിട്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്, ഈ ഒന്നാമത് റിസർവേഷൻ ഇവർക്ക് പഠിക്കാൻ നല്ല പോസിബിളായിട്ടുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് കിട്ടുന്നില്ല റിസർവേഷൻ കാരണം കൊണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫീസിൻ്റെ സ്ട്രക്ചർ, ഈ സംഭവങ്ങളെല്ലാം കൊണ്ട് അതേ തുക മുടക്കുവാണെങ്കിൽ ഇവർക്ക് വിദേശങ്ങളിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത് ഇവരുടെ ഫ്യൂച്ചറാണെങ്കിലും കരിയറാണെങ്കിലും ആ രീതിയിലോട്ട് വളരുന്നു. ഇന്ത്യയിലാണെങ്കിൽ അതിന് പറ്റിയ പ്ലാറ്റ്ഫോമുകൾ കൊടുക്കുവാൻ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഭരിക്കുന്ന ഗവൺമെൻറ്റിനും തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് ഈ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് അതിതീവ്രമായിട്ട് പോകുന്നത്.
ഇത് വസ്തുതാപരമായിട്ട് സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കിയ ഒരു കൂട്ടരാണ് RSSും അതേപോലെ സംഘപരിവാറും. അപ്പം അവരുടെ വെൽ കാൽക്കുലേറ്റഡ് മൂവാണ്. അതായത് വളരെ വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും റിസർവേഷനെതിരെ ഒന്നിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, അതിനുശേഷം ഇന്ത്യയിലുണ്ടായ കലാപം അറിയാൻ ചെറുപ്പക്കാർ, അതേപോലെ തന്നെ പെനട്രേറ്റ് ചെയ്തു വരുന്നൊരു ഇഷ്യൂ ആണ്. ഈ സ്ട്രീറ്റുകളിലോട്ട് പോവുകയാണ്. UGC എന്ന് പറയുന്നൊരു സംഭവമാണ്. അതിനെ ഇങ്ങനെ മുൻനിർത്തിയിട്ട് റിസർവേഷനെതിരെ വലിയൊരു മൂവ്മെൻറ്റ്, അതായത് അപ്പർ കാസ്റ്റിന് അവർക്ക് അതായത് പൂർണ്ണമായിട്ട് റിസർവേഷൻ ഇല്ലാതാക്കുക. അപ്പം ആ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് മോദി ഗവൺമെൻറ്റിനെതിരെയാണ് തിരിയുന്നത് പൂർണ്ണമായിട്ടും. മനസ്സിലാക്കുക. അതേപോലെ ABVPയുടെയും അതേപോലെ തന്നെ BJPയുടെ യുവമോർച്ച, അതിൻ്റെ പല ലീഡേഴ്സും അപ്പർ കാസ്റ്റ് ലീഡേഴ്സും റിസൈൻ ചെയ്തു. അതിൻ്റെ കാരണം എന്താ? ബേസിക്കലി ഡൽഹിയിൽ അത് ഉണ്ടായിരിക്കുന്നത്. ഈ മൂവ്മെൻറ്റ് ഗ്രാജുവലായിട്ട് മറ്റുള്ള ക്യാമ്പസിലോട്ടും മറ്റുള്ളിടത്തോട്ടും സ്പ്രെഡ് ചെയ്യുകയാണ്. ഇപ്പം ഇതിനെ എങ്ങനെയാണ് മോദി ഗവൺമെൻറ് സർവൈവ് ചെയ്തതിനെ മാറ്റർ ചെയ്യും. കാരണം ഇതിനകത്തുള്ള ബുദ്ധിജീവികളാണെങ്കിലും RSSൻ്റെ ഒരു വലിയ ബാക്കപ്പോടു കൂടിയാണ് ഇത് മുന്നോട്ട് വരുന്നത്. അപ്പോൾ മോഹൻദാസ് പൈ അദ്ദേഹം പറയുന്നത് ഇത് ഡ്രാക്കോണിയൻ ലോ ആണ്, ഇതുണ്ടാകരുത്. പല BJP നേതാക്കളും ഓപ്പണായിട്ടും രഹസ്യമായിട്ടൊക്കെ പറയാൻ തുടങ്ങി. മോദിയെ പലരും തെറി വിളിക്കാൻ തുടങ്ങി. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കുക, ട്വിറ്ററിൽ നോക്കുക, എത്ര മോശമായിട്ടാണ് മോദിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ വെൽ കാൽക്കുലേറ്റഡ് മൂവാണ്. ഈ മൂവ്മെൻറ്റിൻ്റെ ഉദ്ദേശം തന്നെ മോദിക്കെതിരെയാണ്. അതായത് ആൻറ്റി മോദി തരംഗം ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് തുടക്കം കുറിച്ച് കഴിഞ്ഞ് വ്യക്തമായിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് BJPയുടെയും അതായത് ഇവരുടെ ഐഡിയോളോഗായിട്ടുള്ള പല നേതാക്കളും, അതായത് ഇവരുടെ പല ബുദ്ധിജീവി കേന്ദ്രങ്ങളിൽ നിന്നും നരേറ്റീവ്സ് എഴുതുന്നവരെല്ലാം മോദിക്കെതിരായിട്ട് വന്നിരിക്കുന്നു. ഇതിൻ്റെ എൻഡ് റിസൾട്ട് എവിടെയാണ് പോയി നിൽക്കുന്നതെന്ന് വരാനുള്ള ദിവസങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.